മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികരവും ആരോഗ്യപ്രദവുമായ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളുടെ മേന്മ കാലം എത്ര കഴിഞ്ഞാലും അതങ്ങനെ തന്നെ നിലനിൽക്കും. ആധുനിക കാലത്തെ ഏതൊരു മോഡേൺ ഭക്ഷണത്തെക്കാളും ഗുണത്തിലും രുചിയിലും ഏറെ മുന്നിട്ട് നിൽക്കുന്നതാണ് പഴമയുടെ രുചികൾ. ഇത്തരം ഭക്ഷണങ്ങളുടെ അഭാവമാണ് മലയാളികളുടെ കൂടിയ രോഗാതുരയ്ക്ക് കാരണം. അത്തരം ഒരു കിടിലൻ രുചിക്കൂട്ടുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ചേമ്പിൻ തണ്ടും കപ്പയും മതിമറന്നു കഴിക്കുന്ന ഒരു ഉശിരൻ റെസിപ്പി. അതിന് വേണ്ട ചേരുവകൾ: നന്നായി വെന്തുടയുന്ന കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 കിലോ, ചേമ്പിൻ തണ്ട് എരിഞ്ഞത് 3 എണ്ണം, ചെറിയ ഉള്ളി എരിഞ്ഞത് 1 പിടി, വറ്റൽമുളക് 3 എണ്ണം, വെളുത്തുള്ളി അല്ലി 10 എണ്ണം, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, തേങ്ങാപ്പാൽ 1 നാളികേരത്തിൻ്റെ. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത കപ്പയും ചേമ്പിൻ തണ്ടെരിഞ്ഞതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വെന്ത് പാകമായാൽ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം. അതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഊറ്റിക്കളയണം. മറ്റൊരു പാത്രം അടുപ്പിൽ വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി പാകമായി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടകം കൊണ്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ വറ്റൽമുളക് ചെറുതാക്കി പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് സമയമെടുക്കും അതെല്ലാം പാകമായി വരാൻ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെന്തു പാകമായ കപ്പയും ചേമ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചട്ടുകം കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ചേരുവകളും ഒരുപോലെ നന്നായി മിക്സ് ആവണം. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് അല്പം ഉപ്പ് മതിയാകും. എല്ലാം കൂടി ഒരുപോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 2-3 മിനിറ്റ് സമയമെടുക്കും പാകമായി വരാൻ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. ഈ ഒരു വിഭവം ഇത്രയും ടേസ്റ്റിൽ ഇതിനു മുമ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഗംഭീരമാണ് ഇതിൻ്റെ രുചി. തീർച്ചയായും നിങ്ങളിതുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.